ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, കേരളത്തിൽ ആദ്യമായിട്ട് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറത്ത് എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന UAE നിന്ന് വന്നിട്ടുള്ള 38 വയസ്സുകാരനാണ് ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് എംപോക്സ് സ്ഥിരീകരിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ ഇത് സെക്കൻഡ് കേസാണ്. സോ എംപോക്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായും കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു 1 month ബിഫോർ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം നമ്മുടെ എംപോക്സ് സ്ഥിരീകരിച്ചിട്ടുള്ള സമയത്തായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ന്യൂസ് ചാനൽസൊക്കെ ഇതൊരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്ന രീതിയിലുള്ള ഹെഡ്ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എംപോക്സ് ഒരു ഇന്റർനാഷണൽ കൺസേൺ ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോന്നു എന്നുള്ളതായിരുന്നു. അപ്പം ഈ എംപോക്സ് എന്താണ്, ഇത് വന്നാൽ എങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് എംപോക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നേരത്തെ മങ്കി പോക്സ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കൂടുതലും ആഫ്രിക്കൻ കൺട്രീസിലായിരുന്നു കണ്ടുവന്നുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ മങ്കീസിനോ അല്ലെങ്കിൽ ഇതിൽ ഒരു റേസസ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മങ്കി പോക്സ് എന്നുള്ള പേര് മാറ്റി എംപോക്സ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുകയായിരുന്നു. ആക്ച്വലി എംപോക്സ് എന്നത് മങ്കി പോക്സിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. അപ്പം ഈ ഒരു മങ്കി പോക്സ് എന്ന് പറയുന്നത് ഹോങ്കോങ്ങിലെ ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസിനെ റിസർച്ച് പർപ്പസിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മങ്കീസിൻ്റെ ഇടയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അവരുടെ ബോഡീസിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുമിളകൾ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വസൂരി അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൈകളിലും ബോഡീസിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുമിളകൾ വരാറില്ലേ. അപ്പോൾ അതുപോലെയുള്ള കുമിളകൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസിൻ്റെ ഇടയിൽ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ മങ്കി പോക്സ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അതായത് കുരങ്ങുകളുടെ ബോഡീസിൽ ഇത്തരത്തിലുള്ള കുമിളകൾ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ഡിസീസിനെ മങ്കി പോക്സ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ലേറ്റർ ഓൺ 1970 ഇത് മനുഷ്യരിലും കാണപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ മങ്കീസിൽ നിന്നും മനുഷ്യരിലേക്ക് വന്നതുകൊണ്ടാണ് ഇത് മങ്കി പോക്സ് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ബട്ട് ഇത് ആക്ച്വലി ആദ്യമായിട്ട് ഇത് കാണപ്പെട്ടത് എലികൾ, അണ്ണാൻ ഇതുപോലുള്ള ജീവികളിലായിരുന്നു. അപ്പം അത്തരം ജീവികളിൽ നിന്ന് മങ്കീസിലേക്ക് ആണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അവരിൽ നിന്നാണ് മങ്കീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മങ്കീസിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നതുകൊണ്ട് ഇതിന് മങ്കി പോക്സ് എന്ന് അറിയപ്പെടുന്നതെന്ന് മാത്രം. സോ ഇത് 2 ടൈപ്സിലാണ് കാണപ്പെടുന്നത്, എംപോക്സ് ഗ്രേഡ് 1 ആൻഡ് എംപോക്സ് ഗ്രേഡ് 2. ഇതിൽ സിവിയർ ആയിട്ടുള്ളത് എംപോക്സ് ഗ്രേഡ് 1 ആണ്. ഇതുവരെ 13,000-ലധികം ആളുകൾക്കാണ് എംപോക്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 450-ലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1970 മുതൽ എംപോക്സ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായും കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1970 മുതൽ ഇത് ഉണ്ടായിരുന്നെങ്കിലും ഇതിന് ഇതുവരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കോവിഡ് സമയത്തൊക്കെ നമുക്കറിയാം, ആ ഒരു സമയത്ത് നമുക്ക് വാക്സിൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ 1970 മുതൽ ഈ ഒരു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇതിന് ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 1970 മുതൽ ഈ ഒരു ഡിസീസ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഡിസീസ് കൂടുതലായും കാണപ്പെട്ടിരുന്നത് ആഫ്രിക്കൻ കൺട്രീസിലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അന്നൊക്കെ ഇത് കൂടുതലായി കണ്ടിട്ടുണ്ടായിരുന്നത് US പോലുള്ള റിച്ച് കൺട്രീസിലായിരുന്നെങ്കിൽ ആ ഒരു ഇയർ തന്നെ അവർ വാക്സിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമായിരുന്നു. ബട്ട് സ്മോൾ പോക്സിൻ്റെ വാക്സിൻ ഇതിന് സ്യൂട്ടാവുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്സിനാണ് ഇപ്പോൾ ഈ ഒരു ഡിസീസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1970 മുതൽ ഈ ഒരു ഡിസീസ് ഉണ്ടായിട്ടും അതിന് വാക്സിൻ കണ്ടുപിടിച്ചില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഫീൽസ് ബാഡ് അല്ലേ. എനിവേ ഈ ഒരു അസുഖം എങ്ങനെയാണ് പകരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം ബാധിച്ചിട്ടുള്ള മൃഗങ്ങളുടെ രക്തം അല്ലെങ്കിൽ ശരീരസ്രവങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തെ തുടർന്നാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പകരുന്നത്. അതുപോലെ തന്നെ അസുഖബാധിതനായിട്ടുള്ള ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ ഒരു അസുഖം പകരുന്നത്. പനി, തീവ്രമായിട്ടുള്ള തലവേദന, നടുവേദന, പേശിവേദന തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ പനി വന്നു ഒരു 13 ദിവസത്തിനുള്ളിൽ നമ്മുടെ ദേഹത്തൊക്കെ കുമിളകൾ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മുഖത്ത്, കൈകാലുകളിലൊക്കെയാണ് കൂടുതലായിട്ടും കുമിളകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കൈപ്പത്തി, മെൻസിൻ്റെ പ്രൈവറ്റ് പാർട്ടുകളിലും ഈ കുമിളകൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 to 13 days ആണ്.
ചില സമയങ്ങളിൽ 5 to 21 ഡേയ്സ് വരെയും ഇത് കാണാറുണ്ട്. പൊതുവെ മരണനിരക്ക് കുറവാണെന്നാണ് അറിയപ്പെടുന്നത്. കേരള ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസ് ആണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളും എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ലൈക്ക് നമ്മുടെ ഹൈജീൻ്റെ കാര്യങ്ങൾ, നമ്മുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളും ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.